വിനോദ് മറുപടി പറയട്ടെ. വിനോദ് പറഞ്ഞോളൂ. സന്ദീപ് ദിനേശ്, ഞാൻ ഇതിനകത്ത് പറയുന്നത് ഇവര് ആകെ വെടികൊണ്ട പന്നിയെ പോലെ കിടന്ന് പായുകയാണ് കേജ്രിവാളിന് മുമ്പിൽ എല്ലാ പരിപാടിയും. ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, അതായത് രാഷ്ട്രീയത്തിൽ അഴിമതിയാ. ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയായി വന്നപ്പോൾ ഞങ്ങളെ 4 ചുറ്റിൽ നിന്നും ഞങ്ങളെ എല്ലാ വശത്തു നിന്നും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഞങ്ങൾക്കെതിരെ ലഫ്റ്റനന്റ് ഗവർണർക്ക് പരമാധികാരം കൊടുക്കുന്ന സംവിധാനത്തെ കൊണ്ടുവന്നു. ഞങ്ങളുടെ ഗവൺമെന്റിനെ എല്ലാവിധത്തിലും ശിഥിലമാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കാര്യം ഇപ്പൊ ഈ ആം ആദ്മി പാർട്ടി ഉണ്ടാവുന്നത് തന്നെ ഇന്ത്യയിലെ ഒരു വലിയ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. കാരണം അത്രയേറെ അടുത്ത കാലത്തോ സമീപകാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ജനവികാരം രൂപപ്പെട്ടാണ് ഈ പാർട്ടി ഉണ്ടാവുന്നത്, അഴിമതിക്കെതിരായ ശക്തമായ പോരാട്ടം. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കും സ്വാഭാവികമായിട്ട്. കാരണം അവർ അത്രയേറെ പരിശുദ്ധിയോടുകൂടി സംവിധാനത്തെ കാണും എന്ന് അവർ വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഇപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ അദ്ദേഹം എന്തോ രക്ഷപ്പെട്ടു വന്ന പോലെയല്ല, ജാമ്യം കിട്ടിയിട്ടേ ഉള്ളൂ. ഈ എന്തൊക്കെയോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പൊ അതുപോലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആം ആദ്മി പാർട്ടി. അല്ല, ഇത്രയും ആരോപണങ്ങൾ ഉയർന്നില്ലേ? ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് മാറി നിന്ന് ശരി ആരോപണങ്ങൾ വന്നെങ്കിൽ ഞങ്ങൾ ഇതാ മാറി നിൽക്കുന്നു, നിങ്ങൾ തെളിയിക്കൂ, ഞങ്ങൾ ധൈര്യത്തോടെ നേരിടുമെന്ന് പറയണ്ടേ? അതല്ലേ ആം ആദ്മി പാർട്ടി? അഴിമതിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം ആരംഭിച്ച ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആരോപണത്തെ നേരിടുന്നത്? ഞങ്ങൾ ഇതാ മാറി നിൽക്കുന്നു, നിങ്ങൾ അന്വേഷിച്ച് തെളിയിക്കൂ, കാണാമല്ലോ, നിങ്ങളുടെ സത്യസന്ധത ഞങ്ങൾക്കറിയാമെന്ന് പറയണ്ടേ? അത് പറയാതെ 6 മാസം ഇങ്ങനെ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് ഒരു വളരെ വൈകാരികമായ ഒരു കാര്യം സംസാരിക്കുന്നതിലൊരു സംശയമാണ്. പറഞ്ഞു ശരി, ഇടയ്ക്ക് എനിക്ക് സമയം തരണം. ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്ലോ പോകും. ഞാൻ പറയുന്നത് ഞാൻ നോക്കൂ, ഇത് അഴിമതി ആരോപണമാണെന്നേ. 2G സ്പെക്ട്രം കേസ് അഴിമതി ആരോപണമായിട്ട് കൊണ്ടുവന്നതല്ലേ? എത്ര പേര് ജയിലിൽ കിടന്നു നമ്മൾ കണ്ടതല്ലേ? എത്ര പേര് ജയിലിൽ കിടന്നു? രാജി അടക്കം ജയിലിൽ കിടന്നു, കനിമൊഴി ജയിലിൽ കിടന്നു. അവസാനം ആ കേസ് എന്തായി? കേസ് റദ്ദ് കളഞ്ഞില്ലേ? ഇവരെ 6 മാസം 7 മാസം ജയിലിൽ കിടന്ന് ആര് അതിന് നടപടിയെടുത്തു? ആരതിന് മുമ്പോട്ട് പോയി? 2G സ്പെക്ട്രം കേസ് ഒന്നുമല്ലെന്ന് കോടതി തിരിച്ചില്ലേ? 2G സ്പെക്ട്രത്തിന്റെ കേസിൽ അഴിമതി എന്നും പറഞ്ഞല്ലേ? ഒരു മിനിറ്റ്. നിങ്ങൾ ഒറ്റ ആർഗ്യുമെന്റ് നിങ്ങളുടെ സമയത്താണ്. നിങ്ങളുടെ സെൽഫ് ഗോളാണ് വിനോദ് മാത്യു. നിങ്ങൾ സെൽഫ് അങ്ങനെയാണെങ്കിൽ ലിങ്കർ ക്യാമ്പിൽ അഴിമതി ഉണ്ടല്ലോ. ഇത് സെൽഫ് ഗോളാണ്. 2G സ്പെക്ട്രം കേസ് അഴിമതി ഉണ്ടോ ഇല്ലോ? ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് നമ്മുടെ നാട്ടിൽ എനിക്കവിടെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പറയാം, എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോ അങ്ങനെയല്ലേ, അപ്പൊ ഞങ്ങൾക്ക് വരുമ്പോ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ സന്ദീപ് ഒരു മിനിറ്റ് വിനോദ് പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ്. ഞാൻ ഒരു തിരുവോണ ദിവസം നമുക്ക് വളരെ ആരോഗ്യകരമായ ചർച്ചയാണ്. അതുകൊണ്ടാണ് സന്ദീപ് പ്ലീസ്. അല്ല, വിനോദ് ഒന്ന് പൂർത്തിയാക്കിയോട്ടെ. അല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ടു. സന്ദീപ് ഒരു മിനിറ്റ് പ്ലീസ്. സംസാരിച്ചില്ലേ? ശരി, ഞാൻ സംസാരിക്കുമ്പോ അയാൾ സംസാരിച്ചോ, പിന്നെ എനിക്ക് സംസാരിച്ചിട്ടുണ്ടാ? നിങ്ങൾ എന്റെ ടൈമല്ലേ? ഞാൻ സംസാരിക്കുന്ന അയാൾ സംസാരിച്ചില്ല, പിന്നെ എനിക്ക് ഒരു മിനിറ്റ് കേൾക്കാമോ? നിങ്ങളെ പാർട്ടി ഉണ്ടായത് സന്ദീപ് വിനോദ് രണ്ടുപേരും കേൾക്കൂ പ്ലീസ്. രണ്ടുപേരും ഒന്ന് കേൾക്കൂ. ഒരു മിനിറ്റ് സന്ദീപ് ഒരു മിനിറ്റ്. വിനോദ് നിർത്തൂ. ഒരു മിനിറ്റ് നിർത്തൂ പ്ലീസ്. സന്ദീപ് പ്ലീസ്. സന്ദീപ് പ്ലീസ് ഒരു മിനിറ്റ്. പ്ലീസ് ഒരു മിനിറ്റ്. ദയവായി ഒരു മിനിറ്റ്.
ഇത് വിനോദ്, എനിക്ക് തോന്നുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ അവർക്കെതിരെ വന്നപ്പോൾ അവരിങ്ങനെയല്ലേ ചെയ്തത്. ഇത് അങ്ങനെയൊന്നുമല്ലല്ലോ. നമ്മൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, അവർക്ക് അവരുടേതായ നിയമ സംവിധാനം അല്ലെങ്കിൽ നീതിയുടെ സംവിധാനമുണ്ട്. അത് ഞങ്ങൾ വളരെ പരിശുദ്ധിയോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തെളിയിക്കണം. അല്ലാതെ 2G സ്പെക്ട്രം ഉണ്ടായപ്പോൾ അങ്ങനെയല്ലായിരുന്നു എന്നല്ല. നിങ്ങൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്? ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് രംഗപ്രവേശനം ചെയ്യുന്നത്? അവരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ച എന്താണ്? ആ ഒരു സംശയമാണ്. തർക്കിക്കാനല്ല ഞാൻ ശ്രീ രാജു പി നായരിലേക്കും ശ്രീ സജീഷിലേക്കുമാണ് വരിക.